അങ്ങനെ അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലുലു ഗ്രൂപ്പിന്റെ ഓഹരികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തുടക്കം തന്നെ നഷ്ടത്തിലൂടെയാണ് ലുലു ഗ്രൂപ്പ് ഓഹരികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അനലിസ്റ്റുകൾ പറയുന്നത് അത് കാര്യമാക്കേണ്ട കാര്യമില്ല, ഭാവിയിൽ അത് ഉയരുമെന്നുള്ളത്. നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോയി നോക്കാം. ലുലു ഗ്രൂപ്പിന്റെ ഓഹരി വിപണിയിലേക്കുള്ള കടന്നുവരവ് UAE ഓഹരി വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. രാജ്യത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ IPO എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ലുലു തങ്ങളുടെ റീറ്റെയിൽ IPO കഴിഞ്ഞ ദിവസം അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. IPOയിലൂടെ വലിയ നേട്ടം സ്വന്തമാക്കിയ ലുലുവിന്റെ ഓഹരികള് പക്ഷെ തുടക്ക ദിവസത്തിൽ ഒരു പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല എന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഓഹരിക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്ന ഒരു പ്രൈസ് ബാൻഡ് ഉണ്ടായിരുന്നു, അതായത് 2.04 ദിർഹം. അതിലാണ് ലിസ്റ്റിംഗ് തുടങ്ങിയത്. എന്നാൽ അപ്രതീക്ഷിതമായി തുടക്കത്തിൽ തന്നെ ഓഹരി വില നേരിയ തോതിൽ താഴേക്കാണ് പോരുന്നത് കണ്ടത്. അതായത് താഴേക്കാണ് പോകുന്നതായിട്ട് കാണിച്ചത്. അതായത് 1.47% ഇടിവോടെ 2.01 ദിർഹത്തിലായിരുന്നു ലുലുവിന്റെ ഓഹരി ട്രേഡ് ചെയ്തത്. പിന്നീട് അത് അങ്ങനെ നോക്കുമ്പോൾ അത് ഒരു ഇന്ത്യൻ രൂപയിൽ നമുക്ക് കണക്കാക്കുമ്പോൾ ഏകദേശം 46 രൂപ 43 പൈസ വിലയിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. ലിസ്റ്റ് ചെയ്തു, അതിനുശേഷം അത് താഴ്ന്നു, നഷ്ടം നേരിട്ടെങ്കിലും പിന്നീട് അത് 2.04 ദീർഘത്തിലേക്ക് വില തിരിച്ചെത്തി. ഇതോടെ ആദ്യ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ലാഭമോ നഷ്ടമോ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു നാരോ റേഞ്ചിലായിരുന്നു ആദ്യ ദിവസം അതിൻ്റെ ഓഹരികൾ ട്രേഡ് ചെയ്തത്. എന്നാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരു പ്രതീക്ഷിച്ച മുന്നേറ്റം സാധിച്ചില്ലെങ്കിൽ കൂടിയും തുടർ ദിവസങ്ങളിൽ ഇതായിരിക്കും സാഹചര്യം എന്നാണ് അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ട്രേഡ് അനലിസ്റ്റുകൾ പറയപ്പെടുന്നത്. നിക്ഷേപകരിൽ നിന്നും താല്പര്യം ഇനിയും ഉയരുമെന്നും ഇത് ലുലുവിന്റെ ഓഹരി വില ഉയർത്തുമെന്നാണ് അവർ ഒരു പോസിറ്റീവായിട്ട് പറയുന്നത്. ലിസ്റ്റിംഗ് ആരംഭിച്ച് 20 മിനിറ്റിനുള്ളിൽ തന്നെ 4 കോടി ഓഹരികളാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് എന്നതാണ് അവർ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം. അതിന് ലുലു ഗ്രൂപ്പിന്റെ ഏകദേശം 30% ഓഹരികളാണ് അവർ ആദ്യം വിപണിയിലേക്ക് വിറ്റത്. തുടക്കത്തിൽ അത് 25% ആയിരുന്നെങ്കിൽ കൂടിയും നിക്ഷേപകരുടെ അമിതമായ താല്പര്യം മൂലം 5% കൂടി വിൽക്കാൻ തീരുമാനിച്ചിട്ട് 30% ഓഹരികളാണ് അവർ വിറ്റത്. വലിയ നിക്ഷേപ പങ്കാളിത്തമാണ് അറബ് ലോകത്തിൽ നിന്ന് ലുലു ഗ്രൂപ്പിന് കിട്ടിയത്. മറ്റൊരു റെക്കോർഡും കൊണ്ടുണ്ടായത്, അതായത് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ GCCയിലെ ഏറ്റവും വലിയ ഓഹരി വിൽപ്പന എന്ന റെക്കോർഡും ലുലു ഗ്രൂപ്പിന് സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചെയർമാൻ വലിയ പോസിറ്റീവാണ് പറയുന്നത്. അതായത് നിക്ഷേപകർക്ക് മികച്ച രീതിയിൽ ലാഭമുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് ചെയർമാനായ യൂസഫ് അലി പറയുന്നത്. അതായത് ഈ വലിയ രീതിയിലുള്ള ഒരു നിക്ഷേപ പങ്കാളിത്തം അതായത് കമ്പനിയുടെ റീറ്റെയിൽ യാത്രയിലെ ഒരു ചരിത്ര മുഹൂർത്തമാണ്. അതുകൂടാതെ നിക്ഷേപകര് ലുലുവിൽ അർപ്പിച്ച ഒരു വിശ്വാസമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നതും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ UAEയിലെ നിക്ഷേപകാര്യമന്ത്രി ഉണ്ട്, അതായത് മുഹമ്മദ് ബിൻ ഹസൻ. അദ്ദേഹവും യൂസഫ് അലിയും കൂടി മണിയടിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു തുടക്കത്തിലുള്ള ഒരു ലിസ്റ്റും പങ്കാളിത്തം ഓഹരി വിപണിയിൽ തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ UAEയുടെയും GCCയുടെയും വികസനത്തിന് ലുലു നൽകിയ പങ്കാളിത്തം വളരെ മാതൃകാപരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ലുലു ഗ്രൂപ്പിന്റെ ഓഹരികളിൽ ഒരു വലിയൊരു കുതിപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയ ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടത്.